ഈ റബീഉൽ അവ്വൽ മാസത്തിൽ നമുക്ക് മുത്ത് റസൂലിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് പഠിക്കാനുണ്ട്. ആ പഠനവുമായി ബന്ധപ്പെട്ട് ഇന്ന് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മയെയും അവിടുത്തെ വാപ്പയെയും പറ്റിയാൻ. നബി തങ്ങളുടെ മാതാപിതാക്കളെ പറ്റി നമുക്കൊക്കെ അവരുടെ പേരറിയാം, പക്ഷെ അവരുടെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയില്ല. ഇൻഷാ അല്ലാഹ് കൂടുതലായി നമുക്ക് അവരെ പറ്റി ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാം. നബിയുടെ ഉപ്പ അബ്ദുല്ലാഹ്, ആമീന ബീവി പൊന്നുമ്മ, നബിയുടെ ജനനം മക്കത്ത്, മരണം പുണ്യ മദീനത്ത്. പല ആളുകളും പറയുന്നുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാപ്പയും ഉമ്മയും അവരൊക്കെ നബി തങ്ങളുടെ ചെറുപ്പത്തിലെ മരണപ്പെട്ടു പോയവരാണ്, അവരൊന്നും മുസ്ലിമീങ്ങളല്ല, അതുകൊണ്ട് അവരെ പറ്റിയൊന്നും പറയേണ്ട കാര്യമില്ല, അവരൊക്കെ എന്താണ് മുശ്രിക്കീങ്ങളാണ്, അസ്തഗ്ഫിറുല്ലാഹ്, അങ്ങനെയൊന്നും പറയാൻ പാടില്ല. അങ്ങനെ പറയുന്ന ഖൗമ് നമുക്കിടയിലുണ്ട്. അപ്പൊ അവർക്കൊക്കെ ശക്തമായ ഒരു മറുപടി ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്സിലുണ്ട്, കേട്ടുനോക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 6-ാമത്തെ വയസ്സായപ്പോൾ നബി തങ്ങളുടെ ഉമ്മയാകുന്ന ആമിന ബീവി അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ കയ്യും പിടിച്ചൊരു സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. എന്തിനാണ് പോകുന്നതെന്നറിയോ? എവിടേക്കാണ് പോയതെന്നറിയോ? കരൾ അലിയിപ്പിക്കുന്ന ആ ചരിത്ര സംഭവം നമുക്കൊന്ന് കേൾക്കാം. ഒരു സ്വലാത്ത് ഞാനൊന്ന് പറഞ്ഞു തരട്ടെ ഇന്നത്തെ ക്ലാസ്സിൽ. ഇൻഷാ അല്ലാഹ് ഈ സ്വലാത്ത് ചൊല്ലിയാൽ ദുനിയാവിൽ നമുക്കൊക്കെ എന്തൊക്കെ ഒരുപാട് ആവശ്യങ്ങളുണ്ട്. ദുനിയാവിൽ ഒരുപാട് ആവശ്യങ്ങളാണ് നമുക്ക് ഓരോരുത്തർക്കും ഉള്ളത്. നമ്മുടെ ആഗ്രഹ സഫലീകരണത്തിന് പറ്റിയൊരു സ്വലാത്താണ് ഈ സ്വലാത്ത്. എല്ലാവർക്കും ഈ സ്വലാത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മറ്റു സ്വലാത്തുകളേക്കാൾ കുറച്ച് വെറൈറ്റി സ്വലാത്താണ്. ആ സ്വലാത്ത് എന്താണ്, അതിൻ്റെ അർത്ഥം എങ്ങനെയാണ്, അത് എങ്ങനെയാണ് ചൊല്ലേണ്ടത്, ഇത് ചൊല്ലിയാലുള്ള നേട്ടം എന്താണ്, വിശദമായി ഇന്നത്തെ ക്ലാസ് നമുക്ക് പഠിക്കാം. ഈ വീഡിയോ എന്തായാലും നിങ്ങൾ അവസാനം വരെ കാണണം, മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ മറക്കണ്ട. അല്ലാഹു തആല നമ്മളെ മുഹിബ്ബീങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഹുബ്ബ് വെക്കുന്ന, ഇഷ്ടം വെക്കുന്നവരുടെ കൂട്ടത്തിൽ റബ്ബ് നമ്മളെ ഉൾപ്പെടുത്തട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ, ഉമ്മമാരെ, ഉപ്പമാരെ, അല്ലാഹു തആല നമ്മുടെ ഒരുമിച്ച് കൂടൽ സ്വീകരിക്കുമാറാവട്ടെ. പരിപാവനമായ റബീഉൽ അവ്വൽ അൽഹംദുലില്ലാഹ് അതിൻ്റെ ഓരോ ദിവസവും ഇങ്ങനെ കടന്നു പോവുകയാണ്. അപ്പോൾ ഇനി ഏകദേശം കുറച്ച് ദിവസങ്ങൾ കൂടി മാത്രമാണ് റബീഉൽ അവ്വൽ 12 നമുക്ക് ബാക്കിയുള്ളത്. അപ്പോൾ സ്വലാത്ത് ചൊല്ലി തീർക്കാനുള്ളവർ വേഗത്തിൽ സ്വലാത്ത് ചൊല്ലുക. അതുപോലെ മൗലിദിൻ്റെ സദസ്സ് വീട്ടിൽ സംഘടിപ്പിക്കാത്തവരുണ്ടെങ്കിൽ അത് വേഗത്തിൽ ഏതെങ്കിലും ഈ റബീഉൽ അവ്വൽ 12 ഉള്ളിൽ തന്നെ ഏതെങ്കിലും ഒരു ദിവസം നമ്മുടെ നാട്ടിലുള്ള അല്ലെങ്കിൽ നമ്മുടെ മഹല്ലത്തിലുള്ള ഉസ്താദുമാരെ അല്ലെങ്കിൽ നമ്മുടെ ബന്ധുമിത്രാദികളൊക്കെ വിളിച്ചിട്ട് ഒരു നേരത്തെ ഭക്ഷണം നമുക്കൊക്കെ കൊടുക്കാൻ പറ്റിയാൽ അതൊക്കെ വലിയ ഖൈറാണ്. അപ്പോൾ ആ കാര്യങ്ങളൊന്നും മറന്നു പോവണ്ട. ഇനി റബീഉൽ അവ്വൽ 12 മുമ്പ് നമ്മുടെ വീട്ടിലൊരു മൗലിദ് വെക്കാൻ സാധിച്ചില്ലെങ്കിൽ റബീഉൽ അവ്വൽ തീരുന്നതിന് മുമ്പെങ്കിലും ഒരു ദിവസം നമ്മുടെ കുടുംബാദികളെ എല്ലാവരെയും വിളിച്ചു ചേർത്ത്, കുടുംബാദികൾ എന്ന് പറഞ്ഞാൽ ഒരു കല്യാണത്തിൻ്റെ ആളൊന്നും വേണ്ട, നമ്മുടെ മക്കള്, മരുമക്കള്, പേരക്കുട്ടികൾ മാത്രം ഒന്ന് ഒരുമിച്ച് കൂടിയിട്ട് പള്ളിയിലെ ഉസ്താദിനൊന്ന് വിളിച്ച് കുറച്ച് ഒരു 2-3 ഹിക്കായത്ത് മൗലിദ് ഓതി, ഒരു കാർന്നോമാർക്ക് വേണ്ടി ഒരു യാസീൻ ഓതി ഒന്ന് ദുആ ചെയ്ത്, അത് വലിയൊരു റാഹത്താണ്. നമ്മുടെ കുടുംബത്തിൽ വലിയൊരു ഖൈറുണ്ടാവാൻ, സലാമത്തുണ്ടാവാൻ അത് കാരണമാണ്. അത് മറന്നു പോവണ്ട. മൗലിദ് ഓതിയാലുള്ള നേട്ടങ്ങൾ, അതിൻ്റെ ഗുണങ്ങളൊക്കെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ നമ്മൾ പറഞ്ഞതാണ്, ഇനി അങ്ങോട്ട് കടക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് നമുക്കൊരു ബറക്കത്തിന് വേണ്ടി സലാം ബൈത്തിൻ്റെ കുറച്ച് ഭാഗങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരുപാട് മദ്ഹുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് മൗലിദ് നമ്മൾ ചൊല്ലിയിട്ടുണ്ട്, ഒരുപാട് ബൈത്തുകൾ നമ്മൾ ചൊല്ലാറുണ്ട്. അൽഹംദുലില്ലാഹ് അതിൽപ്പെട്ട വളരെ ശ്രേഷ്ഠതയുള്ള ഒരു ബൈത്താണല്ലോ നമ്മൾ പലപ്പോഴും ചൊല്ലിയിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്, സലാം ബൈത്ത്. അതിൻ്റെ കുറച്ച് വരികൾ നമുക്കൊന്ന് ചൊല്ലിയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കടന്നു വരാം. എല്ലാവരും ഒന്നിച്ച് ചൊല്ലിക്കും. സ്വലവാതി അലൻ നബി വസലാമി വഹുവ ഖൈറുൽ അനാമി ബദ്റു തമാമി. ചൊല്ല്. അസ്സലാമു അലൈക സൈനൽ അംബിയാഇ അസ്സലാമു അലൈക അത്ഖൽ അത്ഖിയാഇ. ചൊല്ല്. സ്വലവാതി അലൻ നബി വസലാമി
وهو خير الأنام بدر تمامي السلام عليك أسف الأصفياء السلام عليك أزكى الأزكياء صلواتي على النبي وسلامي وهو خير الأنام بدر تمامي. അല്ലാഹുവേ പടച്ചോനെ, ഞങ്ങൾ ചൊല്ലിയ ഈ സലാം ബൈത്തിന്റെ ഈ അർത്ഥവത്തായ വരികൾ, ഇതിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നീ ഖൈർ നൽകണേ അല്ലാ. ഞങ്ങളുടെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ. മരണപ്പെട്ടുപോയ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ എല്ലാവർക്കും നീ മഗ്ഫിറത്ത് കൊടുക്കണേ റഹ്മാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മുടെ കരളിന്റെ കരളായ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം, അവിടുത്തെ സ്വഭാവം, അവിടുത്തെ സൗന്ദര്യം, അവിടത്തുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളാണ് റബീഉൽ അവ്വൽ 1 മുതൽ നമ്മൾ ഇൻഷാ അല്ലാഹ് പഠിച്ചു വരുന്നത്. അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് മുത്തുനബി തങ്ങളുടെ പുണ്യരായ മാതാപിതാക്കളെ പറ്റിയാണ്. നബി തങ്ങളുടെ ഉമ്മ, നബി തങ്ങളുടെ വാപ്പ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മയെയും വാപ്പയെയും പറ്റി നമ്മൾ മദ്രസ തൊട്ട് പഠിക്കാറുണ്ട് അല്ലേ? മദ്രസയിൽ നമ്മുടെ മക്കൾ പാടുന്ന പാട്ടുണ്ട്. ഇപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ മോനെ പഠിക്കാൻ വേണ്ടി യൂട്യൂബിൽ നിന്നും ഡൗൺലോഡ് ചെയ്തിട്ടൊരു പാട്ട് ടി വിയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓനത് കേട്ടിട്ട് അതിപ്പോൾ മനപ്പാടമാക്കി ഇങ്ങനെ പാടിക്കൊണ്ട് നടക്കുന്നുണ്ട്. നമ്മളുമൊക്കെ മദ്രസയിൽ ഇങ്ങനെ പഠിച്ചിട്ടുണ്ട്. നമ്മുടെ ചെറുപ്പത്തിൽ നമ്മുടെ വാപ്പയും ഉമ്മയും നമുക്ക് അത് ഇങ്ങനെ പറഞ്ഞു തന്നിട്ടുണ്ട്. നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മയുടെ പേര് ആമിന ബീവി എന്നാണ്. വാപ്പയുടെ പേര് അബ്ദുള്ള എന്നാണ് റളിയല്ലാഹു അൻഹുമ. അല്ലാഹു തആല അവർക്ക് രണ്ടുപേർക്കും സ്വർഗത്തിൽ ഉന്നതമായ ദർജകൾ നൽകി അനുഗ്രഹിക്കട്ടെ. എങ്ങനെ നമുക്ക് ദുആ ചെയ്യാതെ ഇരിക്കാൻ പറ്റും? കാരണം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഗർഭം ചുമക്കാൻ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുതുകിൽ ചുമക്കാൻ ആ വാപ്പാക്കും ഉമ്മാക്കും കിട്ടിയ ഭാഗ്യം ലോകത്തെ ഏത് മാതാപിതാക്കൾക്ക് കിട്ടിയിട്ടുണ്ട് അത്ര വലിയൊരു ഭാഗ്യം. ഞാൻ 2 മക്കളുടെ പിതാവാണ്. എൻ്റെ ഭാര്യ 2 മക്കളെ പ്രസവിച്ചവരാണ്. ഈ ശബ്ദം കേൾക്കുന്ന വാപ്പമാരെ, നിങ്ങൾക്കും മക്കളുണ്ട്. ഉമ്മമാരെ, നിങ്ങളൊക്കെ മക്കളെ പ്രസവിച്ചവരാണ്. എത്രയോ ഭാഗ്യം ചെയ്ത ഉമ്മയും വാപ്പയുമാണ് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാതാപിതാക്കൾ. അള്ളാഹു തആല അവരുടെ കൂടെ നമുക്ക് എല്ലാവർക്കും സ്വർഗത്തിൽ കടക്കാൻ അള്ളാഹു തൗഫീക്ക് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ബുഇസ്തു മിൻ ഖൈരി ഖുറൂനി ബനി ആദമ കർനൻ തുടങ്ങിയ ഒരു ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്, ഞാൻ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ ഇങ്ങനെ ഓരോ പ്രവാചകന്മാർ, ഓരോ സ്വാലിഹീങ്ങളായ മനുഷ്യർ, അവരുടെ തലമുറയായി അവസാനം ഞാൻ നിലകൊണ്ടത് ഏറ്റവും നല്ല തലമുറയിലാണ്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാപ്പയുടെ തലമുറ പരമ്പര, ഉമ്മയുടെ പരമ്പരയാണ് ലോകത്തിലെ ഏറ്റവും നല്ല പരമ്പര എന്ന് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ ഹദീസിൽ നിന്നും നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും. ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം സുബുക്കി തങ്ങൾ പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മച്ചിയുടെയും നബി തങ്ങളുടെ വാപ്പച്ചിയുടെയും പരമ്പരയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഖൈറായ പരമ്പര. അതായത് അവിടെ നബിതങ്ങളുടെ ഉമ്മയുടെ നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മ, ആ ഉമ്മയുടെ ഉമ്മ അല്ലെങ്കിൽ നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മയാകുന്ന ആമിന ബീവിയുടെ വാപ്പ, അവരുടെ വാപ്പ. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിതാവാകുന്ന അബ്ദുള്ള റളിയല്ലാഹു അൻഹു, മഹാനവറുകളുടെ മാതാപിതാക്കൾ, അവരുടെ മാതാപിതാക്കൾ, അങ്ങനെ പോയി മഹാനായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം വരെ ചെന്നെത്തുന്ന ആ പരമ്പരയിൽ ആരും ഒരു ശിർക്ക് ചെയ്തിട്ടില്ല, ആരും മോശപ്പെട്ട ഒരു പ്രവർത്തനത്തിലേക്ക് പോയിട്ടില്ല. അത്രമാത്രം സുന്ദരമായ വലിയ ശ്രേഷ്ഠതയുള്ള ഒരു പരമ്പരയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചത്. അപ്പോൾ നമ്മുടെ മക്കൾ ചെറുപ്പത്തിലേ നമ്മൾ പറഞ്ഞ് പഠിപ്പിക്കാറുണ്ട്. അല്ല, മദ്രസയിലൊക്കെ നമ്മുടെ മക്കൾ, ചെറിയ കുട്ടികൾ, കുഞ്ഞു മക്കളൊക്കെ 1/2 ക്ലാസ്സിലും 1-ാം ക്ലാസ്സിലും ഒക്കെ പഠിക്കുന്ന മക്കൾ നബിദിനത്തിന് പാട്ട് പാടുമ്പോൾ, ഇപ്പോൾ അതൊക്കെ മാറി, ട്രെൻഡൊക്കെ മാറി വരുന്നുണ്ട്. പണ്ടൊക്കെ പാടുന്ന പാട്ടാണ്, പറയൂ കുട്ടികളെ നമ്മുടെ നബിയുടെ പേരെന്ത്? പേര് മുഹമ്മദ് സ്വല്ലല്ലാഹ് ആമന്നാ ബി റസൂലില്ലാഹ്.
അതിങ്ങനെ പാടിയിട്ട് നല്ല രസമാണ് അതിങ്ങനെ കേൾക്കാൻ. പിന്നെ രണ്ടാമത്തെ വരി, നബിയുടെ ഉപ്പ അബ്ദുള്ള, ആമീന ബീവി പൊന്നുമ്മ, നബിയുടെ ജനനം മക്കത്ത്, മരണം പുണ്യ മദീനത്ത്. ഇത് നമ്മുടെ മക്കൾ ഇങ്ങനെ പാടി പഠിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്ന എൻ്റെ നേതാവിൻ്റെ വാപ്പ അബ്ദുള്ള തങ്ങളാണ്, ഉമ്മ ആമിന ബീവിയാണ്, നബി തങ്ങൾ ജനിച്ചത് മക്കയിലാണ്, അള്ളാഹുവിൻ്റെ ഹബീബ് വഫാത്തായത് മദീനയിലാണ്. നമ്മുടെ മക്കൾ ഇപ്പോഴേ നമ്മളിങ്ങനെ പഠിപ്പിച്ചു വെക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മയുടെ വാപ്പയുടെ പരമ്പര അത് ശുദ്ധ പ്രകൃതിയാണ്. പിന്നെയോ ഒരുപാട് കാര്യങ്ങൾ പല ആളുകളും നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മയും വാപ്പയും മുശ്രിക്കീങ്ങളാണ്, നഊദു ബില്ലാഹ്, അവർ മുസ്ലിമീങ്ങളല്ല എന്ന് പറയുന്ന വിഭാഗം നമുക്കിടയിൽ തന്നെയുണ്ട്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, അവരുടെ ശർറിനെ തൊട്ട് അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല, ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പറയുന്ന ഒരുപാട് ഹദീസുകളുണ്ട്. നബി തങ്ങളുടെ ഉമ്മയെയും വാപ്പയെയും പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന ഒരുപാട് ഹദീസുകൾ ബുഖാരിയിലുണ്ട്, മുസ്ലിമിലുണ്ട്. നബി തങ്ങൾ പറയുകയാണ്, നിശ്ചയം അള്ളാഹു ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സന്താന പരമ്പരകൾ, അതായത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് 2 മക്കളാണല്ലോ, ഒന്ന് ഇസ്മായിൽ നബി, 2 ഇസ്ഹാഖ് നബി. ഈ ഇസ്ഹാഖ് നബിയിൽ നിന്നാണ് ഒരുപാട് പ്രവാചകന്മാരുണ്ടായിട്ടുള്ളത്. യൂസുഫ് നബി, അതുപോലെ യഅ്കൂബ് നബി, അതുപോലെ സുലൈമാൻ നബി, ദാവൂദ് നബി, അവരൊക്കെ എടുത്തു നോക്കിയാൽ അവരെല്ലാം ഇസ്ഹാഖ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സന്താന പരമ്പരയിലാണ്. ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സന്താന പരമ്പരയിൽ ഒരൊറ്റ പ്രവാചകരെ വന്നിട്ടുള്ളൂ, അത് നമ്മുടെ നേതാവ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാത്രമാണ്. അപ്പോൾ ഇവിടെ നബിതങ്ങൾ പറയുന്നുണ്ട്, നിശ്ചയം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സന്തതികളിൽ നിന്ന് കിനാന ഗോത്രത്തെയും അവരിൽ നിന്ന് ഖുറൈശിനെയും അനന്തരം ബനു ഹാഷിമിനെയും തുടർന്ന് എന്നെയും അല്ലാഹു തിരഞ്ഞെടുത്തു. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാപ്പയുടെ ഉമ്മയുടെ പരമ്പരയാണ്, അത് വളരെ ശുദ്ധ പ്രകൃതിയാണ്. ഒരിക്കലും യാതൊരു തരത്തിലുള്ള മോശത്തരത്തിലേക്കും അവരൊന്നും പോയിട്ടില്ല. ഇങ്ങനെ ഒരുപാട് ഹദീസുകളുണ്ട്, ഒരുപാട് ഹദീസുകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മയുടെയും വാപ്പയുടെയും ശ്രേഷ്ഠത പറയുന്ന ഹദീസുകൾ പരിശോധിച്ചിട്ട് മഹത്തുക്കളായ പണ്ഡിതന്മാർ പറയുന്നു 4 കാര്യം. ഒന്ന്, നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരമ്പര അത് വളരെ പരിശുദ്ധരാണ്, ആ പരമ്പരയുള്ളവർ പരിശുദ്ധരാണ്. രണ്ടാമത്തെ കാര്യം, ലോകത്തുള്ള ഗോത്രങ്ങളിൽ കുടുംബങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള ഗോത്രം, ഏറ്റവും ശ്രേഷ്ഠതയുള്ള കുടുംബം അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖുറൈശി കുടുംബമാണ്, അതിൽ പ്രധാനപ്പെട്ട ഹാഷിം കുടുംബമാണ്. പിന്നെയോ മൂന്നാമത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആത്മാവ്, നബി തങ്ങളുടെ റൂഹ് കൈമാറ്റം ചെയ്യപ്പെട്ടു വന്നത് അത് വളരെ നല്ല തലമുറയിലാണ്. നാലാമത്തേത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മയുടെയും വാപ്പയുടെയും പരമ്പര എടുത്തു നോക്കിയാൽ ആരും തന്നെ മോശക്കാരായിട്ടില്ല, ആരും തന്നെ ശിർക്ക് ചെയ്തിട്ടില്ല. ഇനി നമുക്ക് നബി തങ്ങളുടെ വാപ്പയെയും ഉമ്മയെയും പറ്റി ഒന്ന് പഠിച്ചാലോ? നബി തങ്ങളുടെ വാപ്പയെയും ഉമ്മയെയും പറ്റി നമുക്കൊന്ന് പഠിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാപ്പിച്ചിയുടെ പേര്, അവിടുത്തെ പിതാവിന്റെ പേര് അബ്ദുല്ലാഹ് എന്നാണ്. അബ്ദുള്ള എന്നവർക്ക് 2-3 ഓമന പേരുണ്ട്. അബൂ മുഹമ്മദ് എന്നുണ്ട്, അബൂ അഹ്മദ് എന്നുണ്ട്, അബൂ ഖസം എന്നുണ്ട്. അതൊക്കെ ഓമന പേരാണ്. അതായത് ഈ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാപ്പയുടെ പേര് അബ്ദുള്ള. ഈ അബ്ദുള്ള തങ്ങളുടെ വാപ്പയുടെ പേരാണ് അബ്ദുൽ മുത്തലിബ്. അബ്ദുൽ മുത്തലിബിന് 10 മക്കൾ ഉണ്ടായിരുന്നു എന്നാണ്. അങ്ങനെ ഈ 10 മക്കൾ, അപ്പോൾ ഈ അബ്ദുൽ മുത്തലിബ്, വല്ലുപ്പയാകുന്ന അബ്ദുൽ മുത്തലിബിനെ പല ആളുകളും കളിയാക്കാൻ തുടങ്ങി. മഹാനവറുകളുടെ കല്യാണത്തിന് ശേഷം മക്കൾ ഉണ്ടായിരുന്നില്ല ഒരുപാട് നാൾ. അപ്പൊ കളിയാക്കാൻ തുടങ്ങി, നിനക്ക് മക്കളില്ല, നീ മക്കളില്ലാത്തവനാണല്ലോ, അബുത്തറാണ്, വാലറ്റു പോയവനാണ് എന്നൊക്കെ ഇങ്ങനെ കളിയാക്കാൻ തുടങ്ങിയപ്പോൾ മഹാനവറുകൾ ഇങ്ങനെ ഒരു നേർച്ച ചെയ്തു. അല്ലാഹുവേ, എനിക്ക് 10 മക്കൾ ഉണ്ടായാൽ അതിൽ ഒരു കുട്ടിയെ ഞാൻ പരിശുദ്ധമായ കഅബയുടെ അടുത്ത് വെച്ച് ഞാൻ ബലിയറുക്കും എന്ന് മഹാനവറുകൾ സത്യം ചെയ്തു. ആ സത്യം ചെയ്തതിന് പിറകെ മഹാനവറുകൾക്ക് 10 മക്കൾ ഉണ്ടായി എന്നാണ്. അങ്ങനെ ഓരോ മക്കളും ഇങ്ങനെ കഴിഞ്ഞ് അവസാനം ഏറ്റവും ഇളയ മോനായിരുന്നു ആര്? മഹാനായ അബ്ദുള്ള റളിയല്ലാഹു അൻഹു, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാപ്പ. അപ്പൊ ഈ 10 മക്കളെയും വെച്ച് ആരെ ഇതിൽ അറക്കും?
ഈ 10 മക്കളിൽ ആരെയാണ് അറുക്കേണ്ടത്? ഒരു സത്യം ചെയ്തിട്ടുണ്ടായിരുന്നു, നേർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ 10 മക്കളുടെയും പേരിട്ടിട്ട് നെറുക്കിട്ടിട്ട് നെറുക്കെടുത്തപ്പോൾ അതിൽ വീണത് അറുക്കാൻ വേണ്ടിയുള്ള പേര് വന്നത് അബ്ദുള്ള തങ്ങളുടേതാണ്. അപ്പോൾ എല്ലാവരും നോക്കുമ്പോൾ നല്ല സുമുഖനായ കുട്ടിയാണ്, വാത്സല്യം തുളുമ്പുന്ന മോനാണ്. അപ്പോൾ ഈ അബ്ദുള്ളാനെ എങ്ങനെയാണ് നിങ്ങൾക്ക് അറുക്കാൻ തോന്നുന്നത് എന്നിങ്ങനെ ആളുകൾ ഇങ്ങനെ പറഞ്ഞ് ആളുകൾ അതിൽ നിന്നും പിന്തിരിപ്പിച്ചു എന്നാണ്. അവസാനം ചില ആളുകൾ പറഞ്ഞു, ഈ മക്കളെ അറുക്കേണ്ട കാര്യമില്ല, ഇതിന് പകരമായിട്ടൊരു 100 ഒട്ടകത്തെ അറുത്തു കൊടുത്താൽ മതി എന്ന് പറഞ്ഞ് അങ്ങനെ അവർ 100 ഒട്ടകത്തെയാണ് ഈ അബ്ദുൽ മുത്തലിബ് അറുത്തു കൊടുക്കുന്നത്. ഇതൊക്കെ കിതാബിൽ നമുക്കിങ്ങനെ വിശദമായിട്ട് കാണാം. ഞാൻ സമയമില്ലാത്തത് കൊണ്ട് അങ്ങോട്ടൊന്നും കൂടുതലായി കിടക്കുന്നില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാപ്പയാകുന്ന അബ്ദുള്ള തങ്ങൾ, ഈ അബ്ദുള്ള തങ്ങൾ ജനിച്ചതിന് കഴിഞ്ഞ് വീണ്ടും 2 മക്കളുണ്ടായി. അതിൽപ്പെട്ട ഒരാളാണ് മഹാനായ ഹംസ റളിയല്ലാഹു തആല അൻഹു, രണ്ടാമത് മഹാനായ അബ്ബാസ് റളിയല്ലാഹു. ഇവരൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് ഇസ്ലാമിലേക്ക് കടന്നു വന്നവരാണ്. അപ്പോൾ നബി തങ്ങളുടെ കൊച്ചാപ്പമാരായിട്ടും മൂത്താപ്പമാരായിട്ടും ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. ഇതാണ് നബി തങ്ങളുടെ വാപ്പയുടെ ചരിത്രം. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മ എടുത്തു നോക്കിയാൽ ആമിന ബീവിയാണ്. ആമിന ബീവി റളിയല്ലാഹു തആല അൻഹക്ക് ഏകദേശം 20 വയസ്സുള്ളപ്പോഴാണ് മഹദി അവറുകൾ വഫാത്താകുന്നത്, മരണപ്പെടുന്നത്. അല്ലാഹു തആല അവരുടെ കൂടെ നമ്മളെയും സ്വർഗ്ഗത്തിൽ ചേർക്കുമാറാവട്ടെ. ആമിന ബീവി റളിയല്ലാഹു തആല അൻഹ 6-ാമത്തെ വയസ്സിൽ തൻ്റെ മകനാകുന്ന മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കയ്യും പിടിച്ചുകൊണ്ട് മദീനയിലേക്ക് പോവുകയാണ്. പോകുന്നത് 3 പേരാണ്. നബി തങ്ങൾ 6 വയസ്സുള്ള മുത്തറസൂലുണ്ട്, 20 വയസ്സുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മച്ചിയാകുന്ന ആമിന ബീവിയുണ്ട്. ഇവരെ 2 പേരെയും സംരക്ഷിക്കാനും ഇവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനും ആമിന ബീവിയുടെ പരിചാരകയായിരുന്ന ഉമ്മു ഐമൻ എന്ന് പറയുന്ന ഒരു സ്ത്രീയുമുണ്ടായിരുന്നു, ഒരു സഹോദരിയുമുണ്ടായിരുന്നു. ഇവർ 3 പേരും കൂടെയാണ് മക്കയിൽ നിന്നും മദീനയിലേക്ക് പോകുന്നു. എന്തിനാണ് മദീനയിലേക്ക് പോകുന്നത്? അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിക്കുന്നതിന് മുമ്പാണല്ലോ നബി തങ്ങളുടെ വാപ്പയാകുന്ന അബ്ദുള്ള തങ്ങൾ വഫാത്താകുന്നത്. അബ്ദുള്ള റളിയല്ലാഹു തആല അൻഹു ഒരു കച്ചവടത്തിന് വേണ്ടി മദീനയിലേക്ക് പോയതാണ്. മദീനയിൽ ചെന്ന് അവിടെ കച്ചവടം നടത്തി തിരിച്ചു വീട്ടിലേക്ക് ഇറങ്ങാൻ വേണ്ടി തയ്യാറെടുക്കുമ്പോഴാണ് മഹാനവറുകൾ രോഗം വന്ന് മൂർച്ഛിച്ച് അവിടെ തന്നെ മരണപ്പെടുന്നത്. അവിടെ തന്നെയാണ്, മദീനയിൽ തന്നെയാണ് ഖബറടക്കം ചെയ്യപ്പെട്ടിട്ടുള്ളത്. അങ്ങനെ നബി തങ്ങൾ 6 വയസ്സുള്ളപ്പോ ആമിന ബീവി കയ്യും പിടിച്ചു പോവുകയാണ്. എന്തിനു വേണ്ടിയാണ്? മദീനയിൽ ആമിന ബീവിയുടെ കുറച്ച് ബന്ധുക്കളുണ്ട്, അവരെ കാണണം. അതുപോലെ അള്ളാഹുവിന്റെ ഹബീബാകുന്ന മുത്തറസൂലിന്റെ വാപ്പയാകുന്ന അബ്ദുള്ള തങ്ങൾ, ആമിന ബീവിയുടെ പൊന്നു ഭർത്താവാകുന്ന അബ്ദുള്ള തങ്ങളുടെ ഖബറൊന്ന് സിയാറത്ത് ചെയ്യണം. ഈ 2 ഉദ്ദേശത്തിന് വേണ്ടി പോവുകയാ. അങ്ങനെ അവരങ്ങനെ ചെന്നു, മദീനയിൽ ചെന്നു, കുടുംബാദികളെ കണ്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാപ്പയാകുന്ന അബ്ദുള്ള തങ്ങളുടെ ആ ഖബർ അവർ സിയാറത്ത് ചെയ്തു. എന്നിട്ട് വീണ്ടും അവരതാ മടങ്ങി വരികയാണ് മദീനയിൽ നിന്നും മക്കയിലേക്ക്. അങ്ങനെ വന്ന് മദീനയിൽ നിന്നും ഏതാനും കിലോമീറ്ററുകൾ അപ്പുറമുള്ള അബവാ എന്ന് പറയുന്ന സ്ഥലത്തെത്തിയപ്പോ സുബ്ഹാനല്ലാഹ്, അവിടെ വെച്ചതാ ഉമ്മയാകുന്ന ആമിന ബീവിക്ക് അതികലശലായ രോഗം പിടിപെടുകയാണ്. രോഗം പിടിപെട്ട് മൂർച്ഛിച്ച് അവിടെ തന്നെ വെച്ച് മഹദി അവറുകൾ വഫാത്താവുകയാണ്. അബവാ എന്ന് പറയുന്ന സ്ഥലം, അബവാ എന്ന് പറയുന്ന സ്ഥലത്ത് പോയിട്ടുള്ള ഹജ്ജിന് പോയപ്പോൾ, ഉംറക്ക് പോയപ്പോൾ പോയിട്ടുള്ള ഉമ്മമാരും ഉപ്പമാരും എൻ്റെ ഈ ശബ്ദം കേൾക്കുന്നവരുണ്ടാകും. അങ്ങനെ അബവാ പോയിട്ട് ആമിന ബീവിയുടെ ആ ഖബർ സ്ഥിതി ചെയ്യുന്ന, ഇന്നവിടെ നമുക്ക് കറക്റ്റ് ഖബർ കാണാൻ പറ്റില്ലെങ്കിലും ഏകദേശം സ്ഥലം കണ്ടവരുണ്ടാകും. കണ്ടവരൊന്ന് നിങ്ങളൊന്ന് കമൻ്റായിട്ട് എഴുതണേ. അബവാ എന്ന് പറയുന്ന സ്ഥലത്ത് ഇറങ്ങി, അവിടെ ഇറങ്ങിയ ആളുകൾ, അബവാ എന്ന് പറയുന്ന സ്ഥലത്ത് ഇറങ്ങിയ ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ നിങ്ങളൊന്ന് കമൻ്റായിട്ട് എഴുതണം, ഒന്ന് അറിയാൻ വേണ്ടിയാണ്. അൽഹംദുലില്ലാ. അപ്പോൾ അവിടെ ചെന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബവാ എന്ന് പറയുന്ന സ്ഥലത്തിരുന്നപ്പോൾ അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ ഉമ്മയാകുന്ന ആമിന ബീവി അതികലശലായ രോഗം വന്ന് അവിടെ വെച്ച് വഫാത്താവുകയാണ്. ആ സമയത്ത്, അവസാന സമയത്ത് ഉമ്മു ഐമൻ എന്ന ആ പരിചാരകയുടെ കൈ പിടിച്ചിട്ട് ആമിന ബീവി പറയുന്നുണ്ട്, എൻ്റെ പൊന്നുമോനെ നീ പൊന്നുപോലെ നോക്കണേയെന്ന്. അല്ലെ, ഒരു ഉമ്മ അവസാനം ആ തൻ്റെ തൻ്റെ പൊന്നുമകനാകുന്ന അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ മുഖം ഇങ്ങനെ കണ്ട് മരണത്തിലേക്ക് പോവുകയാണ്. അത് വല്ലാത്ത അവസ്ഥ. ഒന്ന് ചിന്തിച്ചു നോക്കിയേ. വാപ്പാന നബിതങ്ങൾ കണ്ടിട്ടില്ല, വാപ്പിച്ചിയെ കണ്ടിട്ടില്ല. ഉമ്മയാകുമ്പോൾ ആ ഉമ്മയോട് കൂടുതൽ അടുത്ത്, ഉമ്മയുടെ സ്നേഹവും വാത്സല്യവും അനുകമ്പയൊക്കെ കൂടുതലായി കിട്ടേണ്ട ഒരു സമയത്താണ് മുത്തായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്താകുന്നത്. ഒരു കുട്ടി അവൻ പ്രായപൂർത്തിയൊക്കെ ആയിട്ടാണ് അവൻ്റെ വാപ്പയും ഉമ്മയും മരിക്കുന്നതെങ്കിൽ അവൻ അതിൽ ക്ഷമിക്കും. അതുപോലെ തന്നെ ചെറിയ പ്രായത്തിൽ
പ്രായത്തിലാണ്, ഒരു 1-2 വയസ്സിലാണ് ഉമ്മയും വാപ്പയും മരിക്കുന്നതെങ്കിൽ ആ കുട്ടിക്ക് അതിനെപ്പറ്റി കൂടുതൽ അറിയില്ലല്ലോ. പക്ഷേ ഇത് 4, 5, 6 വയസ്സെന്നൊക്കെ പറഞ്ഞാൽ ഇത് എൻ്റെ ഉമ്മയാണ്, ഇതെൻ്റെ വാപ്പയാണ്, ഉമ്മയോട് കൂടുതൽ സ്നേഹമുണ്ടാകുന്ന, ഉമ്മാക്ക് കൂടുതൽ സ്നേഹമുണ്ടാകുന്ന ഒരു സമയമാണ്. ആ സമയത്താണ് ഖൽബ് രണ്ടുപേരുടെയും അല്ലാഹു തആല പറിച്ചു മാറ്റുന്നത്. അത് അല്ലാഹുവിൻ്റെ വലിയൊരു സംരക്ഷണം കൊടുക്കാനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യത്തീമായിട്ടാണ് വളർന്നത്. യത്തീമായി വളർന്നിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു തരത്തിലും നബി തങ്ങൾക്ക് ഒരു വിഷമുണ്ടായില്ലെന്ന് പറഞ്ഞാൽ, നബി തങ്ങൾ ഈ സാധാരണ ആരും സംരക്ഷിക്കാനില്ലാത്ത ആളുകളുണ്ടല്ലോ, വാപ്പായും ഉമ്മായും ഒന്നും ആരും നോക്കാനില്ലാത്ത ചില കുട്ടികളൊക്കെ മോശപ്പെട്ട സ്വഭാവത്തിലേക്കൊക്കെ പോവാറുണ്ട്. പക്ഷേ അങ്ങോട്ടൊന്നും പോവാതെ നബി തങ്ങൾ നല്ല കൃത്യമായ അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന, എല്ലാവരെ കൊണ്ടും നല്ലത് മാത്രം പറയിപ്പിക്കുന്ന ഒരു കുട്ടിയായി മാറി. അത് ആ മാതാപിതാക്കളുടെ ഗുണമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാപ്പ അബ്ദുള്ള തങ്ങളുടെയും ഉമ്മയാകുന്ന ആമിന ബീവിയുടെയും പരമ്പര, വാപ്പയുടെ അവരുടെ മാതാപിതാക്കളുടെ പരമ്പര നമ്മളിങ്ങനെ എടുത്തെടുത്ത് നോക്കിയാൽ 2 പേരുടെയും പരമ്പര ചെന്ന് മുട്ടുന്ന ഒരാളുണ്ട്. അത് അബ്ദുൽ മനാഫ് എന്ന് പറയുന്ന ഒരു വലിയ വല്ലുപ്പയാണ്. ആ അബ്ദുൽ മനാഫ് എന്ന് പറയുന്ന വല്ലുപ്പയുടെ പിന്നെ മക്കൾ അങ്ങനെ പിരിഞ്ഞ്, അതായത് എല്ലാം നല്ല ആളുകൾ മാത്രമാണ്. നല്ല നബി തങ്ങളുടെ വാപ്പ ഉമ്മ അതിങ്ങനെ പോയി അവസാനം ചെന്ന് മുട്ടുന്നത് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിലെ സുന്ദരമായ പരമ്പരയാണ്. അപ്പോൾ എൻ്റെയും നിങ്ങളുടെയൊക്കെ പരമ്പര എടുത്ത് നോക്കിയേ, നമ്മുടെ വല്ലുപ്പാട വല്ലുപ്പ അങ്ങനെ എടുത്തെടുത്ത് നോക്കിയാൽ അവസാനം ചെന്ന് മുട്ടുന്നത് ചിലപ്പോൾ ഏതെങ്കിലും ഒരു എന്താ പറയുക മുസ്ലിം അല്ലാത്ത ആളുടെയിലേക്കായിരിക്കും. കാരണം നമ്മളൊക്കെ കേരളത്തിലാണ് ജീവിക്കുന്നത് അല്ലേ, നമ്മളൊക്കെ കേരളത്തിലാണ് ജീവിക്കുന്നത്. കേരളത്തിൽ പണ്ട് മുതലേ മുസ്ലിങ്ങളല്ല, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് ഇവിടെ വിശുദ്ധമായ ഇസ്ലാം പ്രചരണത്തിന് വേണ്ടി മഹാനായ മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹും സംഘമൊക്കെ കടന്നു വന്നപ്പോൾ നമ്മുടെ വല്ലുപ്പന്മാരൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അവരൊക്കെ മറ്റു മതവിശ്വാസികളായിരുന്നു. പിന്നീട് അവരൊക്കെ ഇസ്ലാം സ്വീകരിച്ചവരാണ്. അവരൊക്കെ പരിശുദ്ധമായ ഇസ്ലാം സ്വീകരിച്ച് പിന്നെ അങ്ങനെ തലമുറയായിട്ടാണ് ഞാനും നിങ്ങളൊക്കെ ഇവിടെ ഉണ്ടായത്. അപ്പോൾ നമ്മുടെയൊക്കെ പരമ്പര എടുത്തു നോക്കിയാൽ ഏതെങ്കിലും തരത്തിലേക്കൊരു വളവും തിരിവൊക്കെ ഉണ്ടാകും. പക്ഷെ നബിതങ്ങളുടെ കുടുംബം അങ്ങനെയല്ല, എല്ലാം നല്ല മുഅ്മിനീങ്ങളായ ആളുകളായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മ എത്രയോ വലിയ ഭാഗ്യവതിയാണ്, നബി തങ്ങളുടെ വാപ്പ എത്രയോ വലിയ ഭാഗ്യവാനാണ്. പല ആളുകളും പറയാറുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മയും വാപ്പയും അവർ ഇസ്ലാമിലേക്ക് കടന്നു വന്നില്ല എന്ന്. അങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ല. നബിതങ്ങൾ ജനിക്കുന്നതിന് മുമ്പുള്ള കാലം, ആ കാലത്തിന് പറയുന്ന പേര് ഫിത്തുറത്തിൻ്റെ കാലം എന്നാണ്. അതായത് ഹലാലാണ് അല്ലെങ്കിൽ ഇത് ഹറാമാണെന്ന് വേർതിരിച്ചു കൊടുക്കാൻ ആരുമില്ലാത്തൊരു കാലഘട്ടത്തിലാണ് നബിതങ്ങളുടെ വാപ്പയും ഉമ്മയൊക്കെ ജീവിച്ചിരുന്നത്. അപ്പോൾ ആ ഒരു സമയത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാതാപിതാക്കൾ ജീവിച്ചിരുന്നത്. അപ്പോൾ അതുകൊണ്ട് അവരൊക്കെ മുഅ്മിനീങ്ങളാണ്, അവരൊക്കെ സ്വർഗത്തിൻ്റെ അവകാശികളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം, എന്ന് നമ്മൾ വിശ്വസിക്കണമെന്ന് നമുക്ക് കിതാബുകളിൽ കാണാം. മാത്രമല്ല ഒരുപാട് പണ്ഡിതന്മാർ പറഞ്ഞു തന്നിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് നബി തങ്ങളുടെ വാപ്പയെയും ഉമ്മയെയും അള്ളാഹുവിൻ്റെ ഹബീബിന് കാണിക്കപ്പെട്ടു എന്നാണ്. അള്ളാഹുവിനോട് ദുആ ചെയ്തു, റബ്ബേ എൻ്റെ ഉമ്മയെയും വാപ്പയെയും എനിക്ക് നീ ഒന്ന് കാണിച്ചു തരണം. അങ്ങനെ നബി തങ്ങൾക്ക് അവരെ കാണിക്കപ്പെട്ടു. ആ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മയെയും വാപ്പയെയും വിശുദ്ധമായ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു. അവർ രണ്ടുപേരും പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. എന്നിട്ട് അവർ വീണ്ടും മരണപ്പെട്ടു എന്ന് നമുക്ക് കിതാബുകളിൽ കാണാം. അപ്പോൾ എന്തായാലും നബി തങ്ങളുടെ ഉമ്മ, നബി തങ്ങളുടെ വാപ്പ അവരൊക്കെ വലിയ ശ്രേഷ്ഠതയുള്ള ആളുകളാണ്. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സംരക്ഷണം നബി തങ്ങളുടെ വാപ്പയും മരണപ്പെട്ടു, ഉമ്മയും മരണപ്പെട്ടു. പിന്നെ അബ്ദുൽ മുത്തലിബ് വല്ലുപ്പയാണ് സംരക്ഷണം ഏറ്റെടുത്തത്. വല്ലുപ്പാടെ മരണത്തിന് ശേഷം അബൂ ത്വാലിബ്, അതായത് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൂത്താപ്പയായിരുന്ന അബൂ ത്വാലിബാണ് നബി തങ്ങളുടെ സംരക്ഷണം ഏറ്റെടുത്തത്. പിന്നെ അതുപോലെ തന്നെ ഉമ്മു ഐമൻ എന്ന് പറയുന്ന ഒരു വലിയ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മ മരിക്കുന്ന സമയത്ത് നബി തങ്ങളുടെ കയ്യും പിടിച്ച് തിരിച്ച് മക്കയിലേക്ക് വന്ന ഉമ്മു ഐമൻ എന്ന് പറയുന്ന അസ്വത്ഥികയായ ആ ഒരു സ്വഹാബി വനിത, അവരായിരുന്നു പിന്നീട് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സംരക്ഷണമായിട്ടുണ്ടായിരുന്നത്. പിന്നെയോ ഹലീമ ബീബി ഉണ്ടായിരുന്നു. ഇങ്ങനെ ഒരുപാട് പേര് നബി തങ്ങളെ ഇങ്ങനെ സംരക്ഷിക്കാനുണ്ടായിരുന്നു. ഇതൊക്കെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബത്തിന്റെ, നബി തങ്ങളുടെ വാപ്പ ഉമ്മ അവരുടെയൊക്കെ ചരിത്രം. വിശാലമായ ചരിത്രമാണ്, ഇനിയുമുണ്ട് ഒരുപാട് പറയാൻ. ഇൻഷാ അല്ലാഹ് മറ്റൊരു അവസരത്തിൽ പറയാം. അപ്പോൾ നമുക്ക് ഇന്ന് ചെയ്യാനുള്ളത് നബി തങ്ങളുടെ വാപ്പ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മ, ആ വാപ്പാടെ വാപ്പ അവരുടെ മാതാപിതാക്കൾ, നബി തങ്ങളുടെ ഉമ്മയുടെ മാതാപിതാക്കൾ അവരുടെ മാതാപിതാക്കൾ, പിന്നെ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യമാര്, അവിടുത്തെ മക്കള്, അവിടുത്തെ മക്കള്, അതായത് നബി തങ്ങളുടെ പരമ്പര മുഴുവനും അവരെയൊക്കെ നമ്മൾ ബഹുമാനിക്കലും ആദരിക്കലും നമ്മളുടെ മേൽ വലിയ കടമയാണ്.
സുന്നത്തല്ല. അവരെയൊക്കെ ബഹുമാനിക്കലും ആദരിക്കലും സുന്നത്തല്ല, കടമയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എത്രമാത്രം നമ്മൾ സ്നേഹത്തോടെ അനുകമ്പയോടെ നബിതങ്ങളെ നമ്മൾ പരിഗണിക്കുമോ, നബിതങ്ങളെ എത്രമാത്രം നമ്മൾ സ്നേഹിക്കുന്നുണ്ടോ, എത്രമാത്രം നമ്മൾ ബഹുമാനിക്കുന്നുണ്ടോ, അതുപോലെ ബഹുമാനിക്കേണ്ടവരും സ്നേഹിക്കേണ്ടവരുമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരമ്പരയിലുള്ള ആളുകൾ. അതായത് ഇന്നത്തെ സയ്യിദന്മാർ, ഇന്നത്തെ തങ്ങന്മാർ, അതുപോലെ ഇന്നത്തെ സയ്യിദത്തുമാർ, തങ്ങൾ ബീവിമാർ, അവരെയൊക്കെ നമ്മൾ ബഹുമാനിക്കുക, ആദരിക്കുക. അവരോടൊന്നും മോശമായിട്ട് നമ്മൾ പെരുമാറാൻ പാടില്ല, മോശമായ സംസാരം നമ്മൾ സംസാരിക്കാൻ പാടില്ല. അവരൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ രക്തത്തിലുള്ളവരാണ്. അതുകൊണ്ട് അവരെയൊന്നും നമ്മൾ കുറ്റം പറയാൻ നിൽക്കണ്ട. അതൊക്കെ സംഘടന നോക്കിയിട്ടോ അല്ലാതെയോ ആരെയും നമ്മൾ കുറ്റപ്പെടുത്താൻ പാടില്ല. കാരണം അവരും അള്ളാഹുവും തമ്മിൽ എന്തെങ്കിലും മോശമായിട്ട് നമുക്ക് തോന്നിയാൽ അത് അവരും അള്ളാഹുവായിട്ട് തീർത്തോളും, അല്ലാതെ നമ്മൾ അതിൽ ഇടപെടാൻ നിൽക്കണ്ട. അതുകൊണ്ട് ഇൻഷാ അള്ളാഹ് നമുക്ക് എല്ലാവർക്കും വേണ്ടി, നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും നബിതങ്ങളുടെ വാപ്പാക്കും ഉമ്മാക്കും എല്ലാവർക്കും വേണ്ടി ഈ പരിശുദ്ധമായ റബീഉൽ അവ്വൽ തീരുന്നതിന് മുമ്പ് നമുക്കൊരു സ്വലാത്ത് പറയേണ്ടതുണ്ട്. ഇന്ന് ഇൻഷാ അള്ളാഹ് ഒരു സ്വലാത്ത് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം. ഈ സ്വലാത്ത് നിങ്ങൾ ഒരുപക്ഷെ ചൊല്ലിയിട്ടുണ്ടാകും. പല ആളുകളും ചിലപ്പോൾ ആദ്യമായിട്ടായിരിക്കാം ഈ സ്വലാത്ത് കേൾക്കുന്നത്. ഈ സ്വലാത്തിൻ്റെ മഹത്വം, അതായത് ഈജിപ്തിലെ അൽ അസ്ഹർ യൂണിവേഴ്സിറ്റിയിലെ വലിയ മുഫ്തിയായിരുന്ന വലിയൊരു പണ്ഡിതൻ മഹാനവറുകൾ തൻ്റെ കൂടെയുള്ള ആളുകൾക്ക്, പ്രത്യേകിച്ച് ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുത്ത ഒരു സ്വലാത്താണ്. അതായത് ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുണ്ട്, അവിടുത്തെ മക്കളുണ്ട്, അവിടുത്തെ ഭാര്യമാരുണ്ട്, നബിതങ്ങളുടെ ഉമ്മ വാപ്പ എല്ലാവർക്കും വേണ്ടി, നബിതങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും വേണ്ടിയുള്ള പ്രത്യേകമായ ഒരു സ്വലാത്താണ്. നമുക്കൊന്ന് ചൊല്ലിയാലോ? ഇത് വളരെ എഫക്റ്റീവായ സ്വലാത്താണ്. കാരണം നമ്മൾ അവർക്കൊക്കെ വേണ്ടി സ്വലാത്തും സലാമും അവർക്ക് വേണ്ടി ദുആരക്കുമ്പോൾ അല്ലാഹു തആല നമ്മുടെ കാര്യങ്ങൾ ഏറ്റെടുത്ത് എളുപ്പത്തിലാക്കി തരും. നമുക്ക് ആ സ്വലാത്ത് ഒന്ന് പഠിച്ചാലോ? വളരെ എളുപ്പമുള്ള സ്വലാത്ത്. എല്ലാവരും ഒന്നിച്ച് ചൊല്ലിക്കോ, നമുക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. ഇത് സ്വലാത്തിന്റെ മാസമാണ്, ഇത് തസ്ബീഹിന്റെ മാസമാണ്. നമ്മൾ എന്തായാലും ഇത് ചൊല്ലിയാൽ വളരെയധികം പുണ്യങ്ങൾ അല്ലാഹു തആല നമുക്ക് തന്നുകൊണ്ടിരിക്കും. ഇൻഷാ അല്ലാഹ് ഒരിക്കലും പ്രയാസപ്പെടേണ്ടി വരില്ല. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വഅസ്വാജിഹി വഔലാദിഹി വഇത്രതിഹി വസല്ലിം തസ്ലീമൻ കസീറൻ കസീറാ. വളരെ എളുപ്പമുള്ള സ്വലാത്ത്. ഒന്ന് ചൊല്ലിക്കേ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വഅസ്വാജിഹി വഔലാദിഹി വഇത്രതിഹി വസല്ലിം തസ്ലീമൻ കസീറൻ കസീറാ. അല്ലാഹുവേ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും അവിടുത്തെ കുടുംബം, അതായത് അവിടുത്തെ മാതാപിതാക്കൾ, അവിടുത്തെ ഭാര്യമാർ, അവിടുത്തെ മക്കൾ, അവിടുത്തെ സന്താന പരമ്പരകൾ, അവിടുത്തെ സ്വഹാബിമാർ, എല്ലാവർക്കും നീ ഗുണവും രക്ഷയും സമാധാനം ഒരുപാട് കസീറൻ കസീറ ധാരാളമായി നീ കൊടുക്കണേ അല്ലാ എന്നർത്ഥം വരുന്ന ഈ സ്വലാത്ത്. ഇൻഷാ അല്ലാഹ് ഈ സ്വലാത്ത് നമ്മൾ ഒരു പ്രാവശ്യം ചൊല്ലിയാൽ തന്നെ നമ്മുടെ പ്രയാസ പ്രശ്നങ്ങൾ മാറ്റിത്തരുന്നു. അതായത് ഈ ദുന്യാവിലെ 30 ആവശ്യങ്ങളും ആഖിറത്തിലെ 70 ആവശ്യങ്ങളും അല്ലാഹു തആല സ്വലാത്ത് ചൊല്ലുന്നവർക്ക് നിറവേറ്റി കൊടുക്കുമെന്നാണല്ലോ. അപ്പൊ ഇൻഷാ അല്ലാഹ് ഈ ഒരു സ്വലാത്ത് നമ്മൾ ചൊല്ലിയാൽ നമുക്ക് ഈ ദുന്യാവിൽ എന്തെല്ലാം മുറാദുകളുണ്ടോ അതിൽ നിന്നും അല്ലാഹു തആല 30 ഉദ്ദേശങ്ങൾ പൂർത്തിയാക്കി തരും ഒരു സ്വലാത്ത് ചൊല്ലിയാൽ. പിന്നെയോ ബാക്കി 70 സ്വലാത്ത്, മൊത്തം 100 ആണ്, ബാക്കി 70 ഉദ്ദേശങ്ങൾ അല്ലാഹു തആല ആഖിറത്തിലെ ഉദ്ദേശങ്ങൾ അല്ലാഹു തആല സഫലീകരിച്ചു തരുമെന്നാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ദുനിയാവും ആഖിറവും വിജയിക്കാൻ ഈ സ്വലാത്ത് നമ്മൾ നിത്യമാക്കുക. നമ്മളിപ്പോൾ പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധപ്പെട്ട അവിടുത്തെ കുടുംബം, അവിടുത്തെ വാപ്പ, അവിടുത്തെ ഉമ്മ, അവിടുത്തെ സന്താന പരമ്പരകൾ, മൂത്താപ്പ, കൊച്ചപ്പ എല്ലാവർക്കും വേണ്ടിയുള്ള സ്വലാത്താണ്. ഒരു പ്രാവശ്യം കൂടി ചൊല്ലാം. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വഅസ്വാജിഹി വഔലാദിഹി വഇത്രതിഹി വസല്ലിം തസ്ലീമൻ കസീറൻ കസീറ. ഒരു പ്രാവശ്യം കൂടി. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വഅസ്വാജിഹി വഔലാദിഹി വഇത്രതിഹി വസല്ലിം തസ്ലീമൻ കസീറൻ കസീറാ. അല്ലാഹുവേ, പടച്ചവനെ, ഈ സ്വലാത്ത് ചൊല്ലിയതിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കി തരണയല്ലാ, വിഷമങ്ങൾ മാറ്റിത്തരണയല്ലാ. റബ്ബേ, മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മയെയും വാപ്പയെയും പറ്റി ഞങ്ങൾ പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അല്ലാഹുവേ, അവരുടെ കൂടെ ഞങ്ങൾക്കും നീ സ്വർഗത്തിൽ കടക്കാനുള്ള തൗഫീക്ക് തരണേ അല്ലാ. അല്ലാഹുവേ, മുത്ത് റസൂലിന്റെ ശഫാഅത്ത് കിട്ടുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ,
പടച്ചവനെ ഞങ്ങളുടെ എല്ലാ ഹലാലായ മുറാദും നീ ഹാസിലാക്കണേ അല്ലാ. വിഷമങ്ങൾ, സങ്കടങ്ങൾ, ദുഃഖങ്ങൾ, രോഗങ്ങൾ മാറ്റിത്തരണേ അല്ലാ. ഒരുപാട് ഉമ്മമാരും ഉപ്പമാരും അൽഹംദുലില്ലാഹ് പുണ്യമായ സ്വലാത്തുകൾ ചൊല്ലുകയാണ്, മദീനയിലേക്ക് എത്താൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. റബ്ബേ ഞങ്ങളെ നീ സ്വലാത്ത് ചൊല്ലി മദീനയിൽ എത്തുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ അല്ലാ. മുത്ത് റസൂലിനെ സ്വപ്നം കാണാൻ നീ തൗഫീക്ക് തരണേ അല്ലാ. അല്ലാഹുവേ, ആരൊക്കെ കമന്റായി ദുആ വസിയത്ത് പറയുന്നു, അല്ലാതെ പറയുന്നു, എല്ലാവരുടെയും എല്ലാ കാര്യങ്ങളും നീ ഏറ്റെടുത്ത് നടത്തി കൊടുക്കണേ അല്ലാ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഇൻഷാ അല്ലാഹ് നാളെ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം. അല്ലാഹു നമ്മളെല്ലാവരെയും സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.